ബിടെക്കിൽ നിങ്ങൾക്ക് ദയവ് ചെയ്ത് പ്രേമവും സപ്ലിയും 100% വേണം. ബിക്കോസ് ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവുന്ന രണ്ട് വലിയ സംഭവങ്ങൾ നിങ്ങൾക്ക് നേരിടാൻ പറ്റൂ. ഒന്ന് ഫെയിലുവർ. പിന്നെ ഫെയിലുവർ വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ അടുത്തിൽ നിന്നിട്ടുള്ള എങ്ങനെ രക്ഷപ്പെടാം. ബിക്കോസ് നാട്ടുകാരുടെ വീട്ടുകാരുടെ എല്ലാ തെറിവിളികൾ ഇതൊക്കെ രക്ഷപ്പെടണമല്ലോ. അതെങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് പ്രേമം പൊട്ടുക, സപ്ലി പൊട്ടുക. ബിക്കോസ് ഇത് നാട്ടുകാരറിയും, ഇതൊരു പബ്ലിക് ആയിട്ടുള്ളൊരു സംഭവമല്ലേ. പ്രേമം പൊട്ടുമ്പോഴത്തേക്കും കൂട്ടുകാര്, കോളേജിലുള്ളവരൊക്കെ അറിയും. പിന്നെ അവരെ എങ്ങനെ ഫേസ് ചെയ്യുക. അടുത്ത തവണ നമ്മൾ കോളേജിൽ വരുമ്പോഴത്തേക്കും അയ്യോ പൊട്ടിയായിരുന്നല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുമ്പോഴത്തേക്കുള്ള ഒരു ഫേസ് ചെയ്യും. ഇത് തരുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു എന്താ മറ്റേ മാടിന്റെ തൊലി എന്നൊക്കെ പറയുന്നത്. സോ അതുപോലത്തെ തൊലി നമുക്ക് കൊണ്ടുവരും. അത് നമുക്ക് ഭാവിയിൽ കോർപ്പറേറ്റ് വേൾഡിൽ ഡർട്ടി പൊളിറ്റിക്സ് എന്നൊക്കെ നിങ്ങൾ പറയുന്ന സംഭവമൊക്കെ ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്കത് ഉപകരിക്കും. അതേപോലെ തന്നെയാണ് സപ്ലി ഒന്ന് തോക്കുമ്പോഴത്തേക്ക് അടുത്ത തവണ നിങ്ങളൊരു ടാർഗറ്റ് ജോബ് ആണെങ്കിൽ ആ ടാർഗറ്റ് ഇപ്രാവശ്യം തോറ്റു, അടുത്ത പ്രാവശ്യം എനിക്ക് ജയിക്കണമെന്നുള്ളൊരു ആവേശം വരും. ഇന്ന തീയതിക്ക് മുമ്പ് എക്സാം വരും, ആ തീയതിക്കുള്ളിൽ എഴുതാം. സോ അതുകൊണ്ട് ഞാനൊരു പ്രൈവറ്റ് കോളേജിലാണ്, എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നേ, പ്രേമം പൊട്ടിപ്പോയി, ജീവിതത്തിൽ ഒന്നും ഇല്ലാതായിപ്പോയി, ആരോഗ്യം പറഞ്ഞിട്ടാണ് ബിടെക് എടുത്തേ എന്നുള്ളൊരു തോന്നലൊന്നും വേണ്ട. നിങ്ങൾക്കൊരു ഡിഗ്രി മതി, പാസ്സാവുക. പിന്നെ ഇഷ്ടമുള്ള മേഖലയിൽ വീഡിയോ എഡിറ്റിങ്ങോ ക്യാമറ പിടിക്കാൻ പോവുകയോ എന്ത് വേണോ ചെയ്തോ. അതിൽ സ്കില്ല് എടുക്കുക, കുറച്ചു കാലം ജോലി ചെയ്യുക, എന്നിട്ട് ഇഷ്ടപ്പെട്ട മേഖലയിലൊക്കെ പോവുക. ലൈഫ് ഒന്നേ ഉള്ളൂ, എൻജോയ് ദ മോസ്റ്റ്. പ്രേമിക്കുക, പ്രേമം പൊട്ടുക, സപ്ലി പൊട്ടുക, പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുക, പിന്നെ ഉയർന്നു വരിക, വേറൊരിതല്ലാത്ത തരം കിക്കാട്ടും. ബൈ, സ്റ്റേ ട്യൂൺ ഫോർ ദീസ് കൈൻഡ് ഓഫ് വീഡിയോസ്, കരിയർ റിലേറ്റഡ്, റിലേഷൻഷിപ്പ് റിലേറ്റഡ്, തോറ്റുപോയവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സീരീസ് ആയിരുന്നു. ബൈ.